ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി തൊട്ട് നമ്മൾ വീഡിയോ എല്ലാപ്പോഴും പെട്ടെന്ന് ഇരിക്കുന്ന ഗൈസ്, നമ്മളിന്ന് ഒരു ടൂർ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടാ, ഈ ചേട്ടനോട് ചേട്ടാ എന്തായിരുന്നു ചേട്ടാ ഇവിടെ നടന്നത് ചേട്ടാ. എടാ മോനെ, ഇന്നലെ ഏതോ വയനാട് ബസ്സൊന്ന് ഇവിടെ വന്ന് ഇടിച്ച് മറിഞ്ഞ് ഏതോ കള്ളനാണെന്നാണ് അറിഞ്ഞാൽ അവ ഓടി രക്ഷപ്പെട്ട് ഭയങ്കര മോഷ്ടമാണ്, എല്ലാം ബസ്സിൻ്റെ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. തന്നെ കേട്ടോ. പിന്നെ എന്നാൽ ശരി ചേട്ടാ, ഞാൻ പോയിട്ട് തരാമേ. ഗൈസ്, അവന്മാർക്ക് അറിഞ്ഞൂടാ ഞാനാണ് ഇന്നലെ ഏതോ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന ബസ്സാണ്. ഇന്ന് ബ്യൂട്ടി അടിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വഴി കൂടെയാണ് വന്നത്, ഒരു കുഴപ്പമില്ലാതെ വന്നത്. പക്ഷേ അവിടെ വെച്ചൊരു പണി പോലെ അവിടെ വെച്ചൊരു പണി പോലെ ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മാമിയെന്ന് പറഞ്ഞ് മോനെ മറ്റേ മാമീൻ്റെ മോൻ്റെ ഒന്ന് പിക്കപ്പ് ചെയ്ത് അവനെ ഒന്ന് സ്ഥലങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. എട്ടുപോയി ഗൈസ്. ഒന്നാദ്യം മോട്ടിച്ചോണ്ട് വരണ വണ്ടി എൻ്റെ ഇടയ്ക്ക് ഞാൻ അവനും കൂടെ കാണിച്ചു കൊടുക്കാമെന്ന്. എന്താ ആവട്ടെ, കൊച്ചിറങ്ങേണ്ടതെന്ന് അറിഞ്ഞൂടല്ലേ, പഠിക്കാൻ പോണ കൊച്ചല്ലേ, ഇതൊക്കെ ഇങ്ങനെ അറിയാനല്ലേ എന്നാൽ അവനെ പിക്കപ്പ് ചെയ്യാം. അവിടെ കുറച്ച് ദൂരെയാണെന്നാണ് പറഞ്ഞത്, നമുക്ക് സീനൊന്നും ഇല്ല ഗൈസ്. ഈ വണ്ടി ഓട്ടിക്കുന്നിടയിൽ ഹെഡ്ലൈറ്റ് ഒന്ന് തട്ടിപ്പൊട്ടി കേട്ടാ. അത് പൊട്ടിപ്പോയി, അത് ഭയങ്കര ലൈറ്റ് പൊട്ടിപ്പോയി. എടാ റോഡിൽ നിന്ന് പറഞ്ഞോ. അത് സാർ കേട്ടോ. അയ്യോ അമ്മയോ, അതിൻ്റെ നമുക്ക് വണ്ടി കയറാം. വണ്ടിയുടെ സ്റ്റീറിങ് ഇത് തന്നെ. ഇവന്മാർ വണ്ടി എടുത്ത് മാറി അല്ലേ പോകാൻ പറ്റൂ. ഞാൻ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ, വണ്ടി തന്നെ പോകണം. ഓക്കെ മോൻ ഇത് എവിടുത്തെ ഹെഡ്ലൈറ്റ്? അത് അവിടെ തപ്പിപ്പുറത്തേന് കട്ട ഇടിച്ച് അമർന്നിരിക്കുമ്പോൾ കാണാൻ. ഇത് ഇവ എന്തിനു കാണിക്കുന്ന അനിയ വണ്ടി എടുത്ത് വെച്ച് ഇവ എന്തൊരു ബ്രോ. വണ്ടി ഇവിടെ ഒരിക്കൽ പണിയായി പോയി. കുമ്മേ എടാ നിൽക്കണ കാർ ചേട്ടാ, എനിക്ക് ചായ കുടിക്കാൻ സമയം, ഞാൻ പോയി വണ്ടി സ്റ്റാൻഡാണ്. ഈ സ്റ്റീറിങ് കണ്ടില്ല, ഇതിലോ രണ്ടൊക്കെ അച്ചുവിലക്കുണ്ടക്കാരി രണ്ടൊക്കെ ഉണ്ടാവും. പാട്ടിയുടെ അറിയാത്തോണ്ടാണ് ബസ്സിൽ രണ്ടൊക്കെ ലൈറ്റ്. ഇതെന്താ വെളിയിലല്ലേ ലൈറ്റ്? ഇത് വണ്ടിൻ്റെ വെളിയിൽ ലൈറ്റ് ഇല്ലേ? ലൈറ്റ് പൊട്ടിയ പിന്നെ എവിടെ നിന്ന് വരും? അകത്ത് ലൈറ്റ് ഉണ്ട്, അത് നമുക്ക് അകത്ത് ലൈറ്റ് ഇട്ട് വെളിയിൽ ഇട്ടാ തട്ടി. ഞാൻ പറഞ്ഞു ഇടയ്ക്കേക്ക് പറഞ്ഞ വഴിക്ക് എന്തോ ഇടിച്ചെന്ന്. ചെക്കനെ കുറച്ചും കൂടെ അതാണ് 92 റോഡെന്താ ഇങ്ങനെ. ഇപ്പോഴത്തെ വണ്ടിയിലൊന്നും ഒരു സ്പീഡില്ല. ഫോണോട് മാറി ഞാനേയില്ല സമയം ലൈറ്റ് ഓഫ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ടൊരു സ്പീഡ് ഇല്ല. എൻ്റെ ഇരിക്കണ വണ്ടിക്ക് എത്ര സ്പീഡുണ്ടോ നിങ്ങൾക്ക് അറിയാം. കയറണില്ല വണ്ടി അങ്ങോട്ട്. ഉയ്യോ, അടി ഞാൻ വന്നാൽ മാസിലായി ഗൈസ്. നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് 200 ടാർഗറ്റ്. വെറും നമുക്കെത്ര 39 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി ഗൈസ്. 200. ഇനി നമ്മൾ എല്ലാ ദിവസവും വീഡിയോ നോക്കാം.
കൈ ചൊറിയാനും സമ്മതിക്കൂല. ഓ ഡിസ്കോ പാർട്ടി ഉണ്ട്. വലിയ നമുക്ക് നൈസായിട്ട് വിടാം. കൊച്ചുവനെ വിളിക്കാമോ ഇല്ലെങ്കിൽ സീനോ ഇതല്ല അവൻ്റെ സ്കൂള്. എൻ്റെ ഒളിയോ അവൻ കണ്ട അത് തന്നെ അവൻ്റെ സ്കൂള്. ഇതെങ്ങനെ കയറും? വളയ്ക്കാനുള്ള ഈ സാധനം ഇല്ല. ഇങ്ങോട്ട് ചേർത്ത് വളയ്ക്കാം എന്നാലേ ശരിയാവും. ചേർത്ത് വളയ്ക്കണം, നന്നായിട്ട് വളയ്ക്കണം. ഇതിന് ഹാൻഡ്ലിങ് കുറവാണ്. നമ്മളെ വയനാടൻ്റെ അത്ര ഇല്ല ഗൈസ്. ഇന്നലെ കട്ട വയനാട് ആരോ അടിച്ചോണ്ട് പോയി ഗൈസ്. ഞാൻ വണ്ടിയിൽ നിന്നെടുത്ത് ഓടി. എന്താ ഈ ചെക്കൻ്റെ സ്കൂളിൽ വേണം. ഷോക്ക് ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ചില്ല. ഹലോ ഹലോ ടീച്ചറേ. ടീച്ചറേ ഞാൻ മറ്റേ കുട്ടുവൻ്റെ ചേട്ടനാണ്. ഓ കുട്ടുവൻ്റെ ചേട്ടനാണോ? കേട്ടോ പെട്ടെന്ന് കൊണ്ട് ടീച്ചറേ, എനിക്ക് പോയി സമയമുണ്ട്. ടീച്ചർ അവിടെ ഏതോ വണ്ടി ഇടിച്ചു മറിഞ്ഞത് പറയണ്ട. ഓ ഞാനല്ല എടാ ഗൈസ്, എന്നാൽ ഞാൻ അവനെ പിക്ക് ചെയ്യട്ടെ. എനിക്ക് സ്കൂളിനകത്ത് കയറണം. ഈ സെക്യൂരിറ്റിക്കാരൻ വന്നാലും പാസ്സൊക്കെ എന്തോ വാങ്ങിക്കണം. ഞാൻ അവനെ വിളിക്കും ഗൈസ്. അവനെ വണ്ടി കയറ്റുണ്ട്. വെച്ചോ ഇന്ന് പോടാ. നീ മുട്ട വെച്ചോ. വണ്ടി പറഞ്ഞ അത് ഏതോ വണ്ടി ഒന്ന് ഇടിച്ചോ. മാമിൻ്റെ വണ്ടിയാണ്. ഞാനൊന്നുമല്ല അണ്ണ. ഏത് വണ്ടിയാണ് അണ്ണ അടിച്ചത്? മോനെ ഏതോ പച്ച കളർ വണ്ടിയാണെന്ന് സംശയമുണ്ട്. എന്നാ സംശയം ഇല്ലെന്നും പറയാം. പച്ച കളർ വണ്ടി പച്ച കളർ എല്ലാ വണ്ടികളും ഉണ്ടല്ലേ? എൻ്റെ വണ്ടി ജയഗുരിന് പച്ച കളർ ഉണ്ടല്ലേ? അപ്പൊ എന്നാ എനിക്ക് ജയഗുരു ഇല്ലേ? മാമ എന്തിത്ര ധീരതി കാണിക്കുന്നേ? മോനെ ഓർക്കെൻ്റെ കക്ക വണ്ടിയാകുമ്പോ ധൃതി. കക്ക വണ്ടിയാ? അല്ല ഓരോരുത്തൻ്റെ കയ്യിൽ നിന്ന് കക്കയും മാച്ചിട്ട് വണ്ടി എടുത്തതാണ്. ഓ അങ്ങനെ മാമ എനിക്ക് ഓഫ് റോഡിൽ പോകണം. ഓഫ് റോഡ് മോനെ മെയിൻ റോഡാണ്. അങ്ങനെയാണ് പാട്ട് വന്നത്. പിന്നെ എന്തുവാനെ പാട്ട് നമുക്ക് വെച്ചിരുന്നു. പിന്നെ എവിടെ പാച്ചു? പിന്നെ ഞാൻ പാടാന്ന് പാട്ട് വഴി വെച്ചു മോനെ. സംസാരിച്ചോണ്ട് ഇരുന്നോ? വഴിയൊക്കെ തെറ്റിപ്പോവും. അങ്ങനെയൊന്നും കളിയാക്കൽ മോനെ ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞാണ്. എൻ്റെ പാട്ട് കേട്ട് എത്ര പേര് ഓടിപ്പോയെന്നറിയാമോ? ശരി മാമ പുലിയാണല്ലോ. പുലിയല്ലടാ. നീ എന്താ എൻ്റെ സൗണ്ട് സംസാരിക്കും? അത് മാമൻ ഞാൻ ഇപ്പം സംസാരിച്ച് ഞാൻ ആയിപ്പോയതാ. ഞാൻ ഇവിടെ നിർത്തട്ടെ. നിർത്തണം നമുക്ക്. എന്തിനാ മാമ നിന്റെ പിക്കപ്പ് ചെയ്യാൻ വന്നില്ല? അതുകൊണ്ടാ. നീ വണ്ടി എടുക്കാം. മാമ ഞാൻ പാട്ട് പാടട്ടോ. ഞാനല്ലടാ പാട്ട് പാട. നീ എന്തിനാണ്? ഞാൻ പാടാം. എന്നാ നീ ഒരു ഓണപ്പാട്ട് പാടും. ഓണമൊക്കെ വരാൻ പോയല്ലേ. പിന്നെ എന്ത് ഇതൊക്കെ പാടിക്കോ. ഓണം തുള്ളും ചായപ്പൂ സുരേഷനും സുകുമോനും സുഖശേഷം ഓടി വന്നല്ലോ. ഓടി വന്ന് ചാടി വന്ന് മറഞ്ഞു പോയല്ലോ. ഓണം കുളമാക്കാൻ ഇവരെല്ലാം ആടി വന്നല്ലോ. മതി ഇതൊക്കെ എൻ്റെ പേരല്ലേ? സുരേഷും സുബലനും ഇതൊക്കെ മാമൻ്റെ പേരാണല്ലേ? എൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ അമ്മാരി. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ കിട്ടുള്ളൂ. എൻ്റെ അറിയാം അവക്കെ കിറുക്ക്. നീ അതും കേട്ട് വിശ്വസിക്കല്. മാമ വണ്ടി
മോനെ കട്ട വണ്ടിയാണ്. ആരടുത്തും പറയുന്നേ അമ്മേ ചത്ത്. അയ്യോ മാമ ചത്തേ. അതിന് നീ ചത്തില്ലല്ലേ, നീ എന്നെ ഇപ്പം അയ്യോ ചുമ്മാ വീണതല്ലേ. എടാ നിക്കണോ ഡേ മാമ ഒന്ന് പോടാ. ഞാൻ പോട്ട് കണ്ടിട്ടുണ്ട്. നീക്ക് ഓഫ് റോഡ് കയറണമെന്നല്ലേ പറഞ്ഞു, കയറ്റി തരാം. അമ്മേ ഇവിടെ അങ്ങനെ വഴി ഓഫ് റോഡിൻ്റെ. ചെറുക്കാൻ മിണ്ടല്ലോ. പുതിയ സിനിമയൊക്കെ കാണാമോ? ഏത് സിനിമ? ഓ കാണാൻ പോവാം മക്കളെ. ഈ ഓട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കാണാൻ പോവാം. അതൊന്നെങ്ങനെ ഇടിച്ചിടിച്ച് മറിഞ്ഞു പോവല്ലേ. എടാ എടാ ചത്ത. വയറ് കലങ്ങുന്നേ, എനിക്ക് ബാത്റൂം പോണേ. അയ്യോ നീ എന്തൊരു സോംബിയാ. അയ്യോ ചത്ത്. മോനെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഓടാം. നീ ഇവിടെ നിന്നോ, ഞാൻ പോലീസിനെ വിളിച്ചിട്ട് വരാം. നീ ഇവിടെ പോലീസിനെ വിളിച്ചിട്ട് One day later. കുട്ടിച്ചെറുക്കർ എന്തൊക്കെ വന്നെന്ന് എനിക്കത്ര അറിയാം. ഇനി ഈ ലോറി ഓട്ടിച്ച് ജീവിക്കാം. മച്ച എങ്ങനെങ്കിലാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട. ഈ കൊച്ചിറങ്ങാൻ കാരണം ജീവിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴാ ജാസിബിൻ്റെ പണി. ഏതൊരുത്തൻ്റെ കട്ട വണ്ടി. കട്ടവനെ ജനലൊന്നും വിൽക്കാൻ അറിഞ്ഞൂടാ. മനുഷ്യ പോണതിനെ എങ്ങനെയൊക്കെയാണ് വളമൊക്കെ വളച്ച്. വണ്ടിയൊക്കെ ഇപ്പം മറിഞ്ഞോന്ന് പറയാൻ പറ്റൂല. ആറ്റ് ഉമ്മിയും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എത്തി നോക്കി വേണം വണ്ടി ഓട്ടിക്കാൻ. ഈശ്വര ഉമ്മേ അയ്യോ ചാത്ത്. ഇത് എവിടെ വണ്ടി എടുത്താലും ഇതാണല്ലോ അവസ്ഥ. ഇതാ വണ്ടി പറയണോ ചേട്ടാ. ഇങ്ങനത്തെ വളവിൽ നീ വണ്ടി നിൽക്കില്ല. ബാക്കി എന്തായാലും ഇരിക്കുന്നുണ്ടല്ലേ. എനിക്കതൊന്നും അറിയാം. പൈസ വേണം. പൈസ ചേട്ടാ. പൈസ ഇല്ലെങ്കിൽ എന്ത് ദോ ഇല പറിച്ചെന്നാ പോരി. അത് വെച്ച് പൈസ ആക്കിക്കൂടെ ചേട്ടാ. ഞാൻ ഇല പറിച്ചില്ല. പിന്നെ എന്ത് പോയിട്ടോ. ആറ്റിൻ പുറമാണ് വണ്ടിയിൽ ഏകദേശമൊക്കെ കാണാൻ പറ്റും. നമ്മളൊക്കെ സുഖപോന സുധീഷൻ ഈ വണ്ടീൻ്റെ അതാര് എടാ എന്താ ചേട്ടാ. എൻ്റെ വണ്ടി മുട്ടിച്ചിട്ട് എൻ്റെ വഴി ഇടിച്ച് പൊട്ടിച്ചിട്ട് നീ എന്നെ കൊല്ലാൻ നോക്കുന്നടാ. നിങ്ങളാണ് ഈ വണ്ടീൻ്റെ ഓർഡർ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സുധീഷ് അണ്ണൻ്റെ നല്ല ചായ ഉണ്ട്. ഇപ്പം നിൻ്റെ സുധീഷ് അണ്ണ ഞാൻ കാണിച്ചരടാ. അയ്യോ എന്നാന്ന് ചെയ്യലേ. അയ്യോ എന്നാന്ന് ചെയ്യലേ. മാമ ഇവിടെ അങ്ങനല്ലേ ഒറ്റക്കാര്യം പറഞ്ഞ അല്ലേ ചേട്ടാ. അവിടെ പോയി ഏത് മാമന് നിങ്ങളല്ലേ പറഞ്ഞ സുഖമോൻ മാമനെന്ന്. സുഖമോൻ ഓട്ടെണ്ണ പെട്ടെന്ന് മോനെ ചവിട്ടി സ്പീഡ് പോയില്ലടി. ഒട്ടമാമ്പി തന്നെ ഡിസ്കോ പാർട്ടിയാ മോനെ. പൈസേനെ നെഗ്ലിപ്പ് അതെന്തൊരു സാധനം. അതെന്തൊരു എനിക്ക് വന്നത്. പിന്നെ മാമി എവിടെയാണല്ലേ. അണ്ണ എ സി ഉണ്ടോ? എ സിയൊക്കെ പിന്നെ ഇല്ലേ. കാണിച്ചത് ഓട്ട പറയാൻ കൂടി ഇടോ. സോറി കണ്ണാടിയൊക്കെ ഉണ്ട്. അഴിച്ചു വിടാ. ഞാൻ ഇത്ര ഉള്ളു. ഓട്ടേൻ്റെ ബമ്പർ. കണ്ണാടീൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ നമുക്ക് ആ ചേട്ടനോട് ചേട്ടാ വണ്ടി എടുത്തു മൈൻഡ് ചെയ്തില്ല. ഇടാ മോനെ. നീല പെട്ടി തൊടാൻ പറഞ്ഞ ഞാൻ പലതും
പറയും. എന്താ എടാ നീ എന്തിനാടാ വണ്ടിയിലെടുത്ത് കീറണം മനുഷ്യനിട്ട്? എടാ 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 ഓട്ടോക്കാരെ കുഴപ്പമുണ്ടോ? ഇല്ല അണ്ണ ലോറി അണ്ണ. ആ അച്ഛാ എനിക്കൊരു കാര്യം ഇവിടെ സുധീഷ് എന്ന് പറയണ ഒരുത്തൻ എടാ ബസ്സിട്ടിരിക്കണ. അയ്യോ അണ്ണ ഗീർ ഒന്നും പറ്റാതെ നീ രക്ഷപ്പെട്ടു. സുധീഷ് എന്ന് പറയണ ഒരുത്തനുണ്ട്. അടാ വണ്ടിയിട്ട് ഇടിക്കണ അണ്ണ. ഈ ഓട്ട ബ്രേക്കും ഇല്ല. ഈ സുധീഷ് മറ്റേ ബസ് കൊണ്ടുവന്ന അവൻ എപ്പോഴും കൊണ്ട് വണ്ടി ഇടിക്കണ കക്കണ അവന് ഇന്നൊരു ലോറി കട്ടുകൊണ്ട് പോണ വഴിക്ക് നേരെ ചെന്ന് ഇടിച്ച് മറിഞ്ഞ് നോക്കിയപ്പോൾ ലോറീൻ്റെ ഓണർ വണ്ടീനകത്തിരിക്കുകയാണ്. എടുത്ത് ഇടിച്ച് അലക്കി. ഇനി അവനെ നോക്കിക്കോ. എവിടെ എണ്ണ അവൻ്റെ സ്ഥലം? മണ്ണിൻ്റെ അടി കാണാം. അങ്ങേര് കുഴിച്ച് മൂടിക്കാണും. എൻ്റെ ഒറ്റ മാമ അങ്ങേ എന്ത് പറഞ്ഞ മോനെ എനിക്ക് പറയാൻ വിഷമമുണ്ട്. നിന്റെ മാമൻ പോയി. കള്ളച്ചെറുക്ക എന്നെ കൊണ്ടുപോകാ. അങ്ങേര് പോയില്ലേ മോനെ? അതല്ലടാ അങ്ങേര് പോയിടാ ഇവിടെ വിട്ട് പോയിക്കെന്ത് അവിടെ പോയി പിടിക്കാലേ. ചെക്കൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാകും? ചേട്ടാ സുധീഷിന്റെ കല്ലറയാണ്. സുധീഷിന്റെ കല്ലറ അവൻ ഏതോ അവിടെ പിച്ചടങ്ങണ സുധീഷാണെന്ന്. മോനെ ഇനി നമുക്ക് തിരിച്ചോ നിങ്ങൾ നേരെയല്ലേ പോണ? സോറി മോനെ. എന്റെ സുധീഷ് മാമൻ എവിടെ? എന്റെ സുധീഷ് മാമനെ തിരിച്ചു വീഴി. എന്റെ സുധീഷ് മോനെ പയ്യെ സംസാരിക്കും. നീ ചത്ത് അവനും ചത്ത് ഭാര്യ ചെറുകൻ ചത്ത്. അവൻ്റെ സുധീഷ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ചേട്ടാ എന്നെ ഇടിച്ചത് മതി ചേട്ടാ. എന്നെ വിട്ടൂടെ? നീ വണ്ടി ഇവിടെ നിന്ന് കുരുക്കിയത് എണീറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിച്ചത്. ചേട്ടാ എൻ്റെ കുട്ടുമോനെ എനിക്ക് കാണണം. കുട്ടുമോൻ? എൻ്റെ ചേച്ചീൻ്റെ മോനെ കുട്ടുമോൻ. നീ വണ്ടി എടുത്തിട്ട് കണ്ടാ മതി. എടാ സുഗുണ എന്താടാ നിന്റെ വണ്ടി ഓടിച്ച കള്ളനെ പിടിച്ചല്ലേ? പിടിച്ച് ഇനി ഇവ വണ്ടി എടുക്കണം. അന്ന് കാര്യം പറയട്ടാ. ഒരു ഒരു കൊച്ചു ചെറുക്കന് ഓട്ടക്കാരനും കൂടെ എന്തോരോ വണ്ടി ഇടിച്ച് മരിച്ചെന്നൊക്കെ കേട്ട്. ആ ചെറുക്കൻ്റെ ബോഡി എന്തരി അതിന് പേരൊക്കെ എന്തോ കുട്ടുമോൻ എന്നൊക്കെ ആയിരുന്നു. സ്വന്തം മാമനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. എന്തൊരു സുധീഷ് എന്നാണ് അവൻ്റെ പേര്. സാർ വണ്ടി എടുത്ത് ഞാൻ പോട്ടെ. സുധീഷ് എന്നാണ്. എടാ എന്നാ ശരിയടാ ഞാൻ എടാ സുധീഷ് നിന്റെ അനിയനാണോ മരിച്ച? അത് എൻ്റെ അനിയനൊന്നും അല്ല. എനിക്കൊട്ടും വിശ്വാസമില്ല. സുധീഷ് നീ കരയല്ലേ? ആര് പറഞ്ഞ കരയണമെന്ന്? ആ പോയത് എൻ്റെ സന്തോഷം. അങ്ങനെയാണല്ലേ? അവൻ്റെ ഒരു ലാസ്റ്റ് ഒരു വിളി കേട്ടെങ്കിൽ എനിക്ക് വണ്ടി എടുത്തോണ്ട് പോയത്. ഇനി ആ വിളിയും കേൾക്കാൻ പറ്റൂലല്ലേ? അതെങ്കിലും സംശയമുണ്ടോ? വണ്ടി ഒന്ന് നിർത്താം. ചേട്ടാ ഞാൻ പോണേ. നിങ്ങൾ വണ്ടി ഞാൻ ഇറക്കിയിട്ടുണ്ട്. കുട്ടുപോയി ചത്ത്. നല്ല കാര്യം. അവൻ്റെ ഒരു വിളി കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. ഡാ ബസ് എവിടെടാ വീണേട്ടാ? അതിൻ്റെ മണ്ടയിലടാ മോനെ. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഏകദേശം ഈ ഏതാ വഴി നിങ്ങൾ വരണ ഒരു 10 മിനിറ്റ് മുന്നേ ഇവിടെ ഓട്ടോ എടുത്തോണ്ട് പോയി മോനെ. അങ്ങനെയാണ്.
അവൻ്റെ ഒരു വിളി കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. കേക്കാര് അമ്മേതോ വരണം. ഗൈസ് എന്നാ നമുക്ക് പിന്നെ കാണാം. അവൻ എന്നെ കൊല്ലും. ഞാൻ ഓടിപ്പോണേ. ബായ്.